നാലാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 96 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. 11 മണിവരെ 25% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതിനിടെ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും സംഘർഷം റിപ്പോർട്ട് ചെയ്തു. ബംഗാളിൽ BJP തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ TDP YSR കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വ്യാപക സംഘർഷമുണ്ടായി. 9 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് പുരോഗമിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ആന്ധ്രയിൽ നടക്കുന്നുണ്ട്. കൂടാതെ ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ 11, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങൾ വീതവും ബീഹാറിൽ 5, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളുമാണ് ജനവിധി എഴുതുന്നത്. അതേസമയം ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ബംഗാളിലാണ്, 33% പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് കാശ്മീരിലാണ് രേഖപ്പെടുത്തുന്നത്. അതിനിടെ പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും അക്രമ സംഭവങ്ങളുണ്ടായി. ബംഗാളിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയപ്പോൾ ആന്ധ്രയിലെ വിവിധ പ്രദേശങ്ങളിൽ TDP YSR കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ കനോജ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മെഹുവ മൊയ്ത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ മത്സരിക്കുന്നു. കൂടാതെ കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട എന്നിവർക്ക് പുറമെ ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും YSR കോൺഗ്രസ് നേതാവുമായ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും PCC അധ്യക്ഷയുമായ YS ശർമിള, മാധവി ലത ഉൾപ്പെടെയുള്ള പ്രമുഖരും ജനവിധി തേടുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.